ഹായ് എവറിവൺ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസും ഞാൻ നമ്മുടെ മൊഡ്യൂൾ സെക്കൻഡ് ഭാഗമായിട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൊഡ്യൂൾ സെക്കൻഡിൽ നമ്മൾ പ്രോബബിലിറ്റിയും അതിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പം ആ ഒരു ബേസിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്തിട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിന്റെ MCQ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെ ഈ മൊഡ്യൂളിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അങ്ങനെ ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു MCQ ഡിസ്കഷൻ കഴിഞ്ഞാലും നിങ്ങൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യണം. ദെൻ അതിന്റെ 4 ഓപ്ഷൻസ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി അതും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വിൽ റിയലി ഹെൽപ്പ് യു ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. P(s) is equal to 1 ആണ് അല്ലെ, B ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഈസ് കോൾഡ് മോണോട്ടോണിസിറ്റി. അപ്പൊ നമ്മൾ മോണോട്ടോണിസിറ്റിയും പിന്നെ അതിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോ എന്താണ് ഈ മോണോട്ടോണിസിറ്റി അല്ലെങ്കിൽ മോണോട്ടോണിസിറ്റിയുടെ പ്രോപ്പർട്ടിയോടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഏതായിരിക്കും ആൻസർ? ആ പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ് ആൻസർ ചെയ്യാനായിട്ട്. ഏതായിരിക്കും? നിങ്ങൾ നോക്കിക്കേ, ഏതാ? ഇവന്റ് എ. നമ്മുടെ ആൻസർ ബി ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. If event A is contained inside event B, then B has all outcomes of A and possibly some extra outcome. Therefore, P of A less than or equal to P of B because B cannot have a smaller probability than A. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. B ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question, which are the statement about CDF is false? അപ്പൊ എന്താണ് CDF, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് CDF ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ CDF ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ A നോക്കിയേ, നോൺ ഡിക്രീസിങ്. B നോക്കിയേ, റൈറ്റ് കണ്ടിന്യൂസ്. C, ടേക്ക് വാല്യൂസ് ബിറ്റ്വീൻ 0 and 1, ഡിഫറൻഷ്യബിൾ എവ്രിവർ. അപ്പൊ CDF ആയിട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും? നമ്മുടെ ആൻസർ? ഒന്ന് ആൻസർ ചെയ്തേ. D ആണ് നമ്മുടെ ആൻസർ അല്ലെ. A function with the jumps cannot be differentiated at this point. Therefore, CDF is not differentiable everywhere. അപ്പൊ CDF ഡിഫറൻഷ്യബിൾ ആണെന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നില്ല. കാരണം എന്താ? അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A function with the jumps cannot be differentiated at this point. Therefore, the CDF is not differentiable everywhere. അപ്പൊ ഈ ഒരു 4ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോ f of x is equal to p of x less than or equal to x എന്നുള്ളതാണ് CDF of x എന്നുള്ളതിന്റെ ആൻസർ അല്ലെ. അപ്പോ then B ആണ് നമ്മുടെ ആൻസർ. 1 ആണ്. സം ഓഫ് പ്രോബിലിറ്റീസ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വാരിയബിൾ ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ പ്രോബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിൾസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ പ്രോബിലിറ്റിന്റെ ഏരിയാസ് നിങ്ങൾ നന്നായിട്ട് തറോ ആക്കി പഠിക്കാം കേട്ടോ. ദെൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി is equal to 0. എഫ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ 1 ആണ് നമ്മുടെ, സോറി, എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then we have next question. For a continuous random variable, P of x is equal to x is equal to 1, P of x is equal to x is equal to 0, P of x is equal to
x is equal to 0.5 none. ഇപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അല്ലെ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡിസ്ക്രീറ്റ് നോൺ നെഗറ്റീവ് ഇന്റിജർ വേരിയബിൾസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഡി ആണ് നമ്മുടെ ആൻസർ. Then next question, the first deviate of MGF at t is equal to 0 gives variance, mean, standard deviation, median. So first deviate of MGF at t is equal to 0 ആണെങ്കിൽ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ അതിന് ആൻസർ എന്താ? വേരിയൻസ് ആണോ, മീൻ ആണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ, അതോ മീഡിയൻ ആണോ? ഏതായിരിക്കും ആൻസർ? മീൻ ആണല്ലേ? മീൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then we have to next question. If A and B are independent, then A complement and B are mutually exclusive, independent, exhaustive, complementary. അപ്പോൾ പ്രോബബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ്. Then A complement and B are mutually exclusive ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, എക്സ്ഹോസ്റ്റീവ് ആണോ, കോംപ്ലിമെന്ററി ആണോ? ഏതായിരിക്കും ആൻസർ? ഒന്ന് ചിന്തിച്ചു പറഞ്ഞേ. ഏതാ? ഇൻഡിപെൻഡന്റ് അല്ലെ? ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question. Suppose probability of A is equal to 0.5, probability of B is equal to 0.4, and probability of A by B is equal to 0.75. Then probability of B or B by A is equal to. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി 0.75 ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബി ബൈ എ ഏതായിരിക്കും എന്നാണ് നമ്മുടെ ആൻസർ അല്ലെ ക്വസ്റ്റ്യൻ. അങ്ങനെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഏതാ ആൻസർ? ആൻസർ എ അല്ലെ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു പി ഓഫ് എ ബൈ ബി, പി ഓഫ് ബി divided by P of A. അപ്പോൾ 0.75 into 0.4 divided by 0.5 ചെയ്ത് കഴിഞ്ഞാൽ 0.6 ആണ് ആൻസർ കിട്ടുക. 6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 6 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 0.6 ആണ് നമ്മുടെ ആൻസർ. Then next question ആണ്, which of the following is continuous? അതായത് കുറച്ച് ഇവിടെ നമുക്ക് കുറച്ച് വേരിയബിൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ആക്സിഡൻസ്, ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് ബുക്സ്. അപ്പൊ ഈ ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഏതാണ്, കണ്ടിന്യൂസ് വേരിയബിൾസ് ഏതാണ്, അങ്ങനെ ബേസ് ചെയ്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പൊ ആ ഒരു ബേസിൽ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് കണ്ടിന്യൂസ് വേരിയബിൾസ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആണോ, നമ്പർ ഓഫ് ആക്സിഡന്റ് ആണോ, ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആണോ, നമ്പർ ഓഫ് ബുക്സ് ആണോ? അപ്പൊ ഏതാ ഇതിൽ കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ട് വരുന്നത്? നമ്മൾ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. കാരണം അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളോട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. ഏതാ? സി ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
continuous random variable can take any value within an interval including decimal values. അപ്പൊ ഹൈറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ 165.2 സെന്റിമീറ്റർ ഉണ്ടാവാം, 165.25 സെന്റിമീറ്റർ ഉണ്ടാവാം. അങ്ങനെ ഡെസിമൽ വാല്യൂസ് അതിനകത്ത് വരാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഡിസ്ക്രീറ്റ് ആണെങ്കിലോ അവിടെ പ്രത്യേകിച്ച് ഡെസിമൽ വാല്യൂസിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെ. ഇപ്പോ നമ്പർ ഓഫ് ചിൽഡ്രൻ, ഇപ്പൊ നമ്മള് പറയൂ 1.5 കുട്ടി എന്ന് പറയോ, ഇല്ല. ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടി തന്നെയാണ് പറയാ അല്ലെ. ഇപ്പൊ ഈ ഹൈറ്റിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, കാരണം ഡെസിമൽ വാല്യൂസ് വരാം. ഇപ്പൊ 1/2 ഇഞ്ച്, 1.5 ഇഞ്ച്, പിന്നെ അതുപോലെ തന്നെ 5 ഇഞ്ച്, 6 ഇഞ്ച്, 6.5 ഇഞ്ച്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ കണ്ടിന്യൂസ് വേരിയബിൾസിന് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ഇസ് നോ ലിമിറ്റ് ടു ദി നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, സോ ദ ആൻസർ ഇസ് സി ആണ് കേട്ടോ. Then next question, Bayes theorem is used to option A, find sample mean, option B, revise probability using new information, option C, calculate variance, option D, find correlation. Bayes theorem നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Bayes theorem നമ്മൾ ബയസ് തിയറം ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്? ആ ഒരു മിനിമം അറിവുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഫൈൻഡ് സാമ്പിൾ മീൻ ആണോ, റിവൈസ് പ്രോബബിലിറ്റി യൂസിങ് ന്യൂ ഇൻഫർമേഷൻ ആണോ, കാൽക്കുലേറ്റ് വേരിയൻസ് ആണോ, ഫൈൻഡ് കൊറിലേഷൻ ആണോ? റിവൈസ് പ്രോബബിലിറ്റി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a discrete random variables? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ട്, ടൈം ഉണ്ട്. ഓപ്ഷൻ എ ആണോ, ബി ആണോ, ഡി ആണോ? അപ്പൊ നമ്മൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റ് വേരിയബിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് ഇങ്ങനെ എക്സാമ്പിൾസ് തന്നിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേ വേഗം. നമ്മൾ കണ്ടിന്യൂസ് നേരത്തെ കണ്ടതാണ്. അപ്പൊ ഡിസ്ക്രീറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. പറഞ്ഞേ. വെയിറ്റ് ആണോ, ടെമ്പറേച്ചർ ആണോ, നമ്പർ ഓഫ് ചിൽഡ്രൻ ആണോ, ടൈം ആണോ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? നമ്പർ ഓഫ് ചിൽഡ്രൻസ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു അപ്പൊ നമുക്ക് 1.5 കുട്ടി, 2 കുട്ടി എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അവിടെ ഡെസിമൽ വാല്യൂസ് വരില്ല അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്പർ ഓഫ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ എനി റാൻഡം വേരിയബിൾ എക്സ്, f of infinity is equal to 0, 1, 0.5, infinity. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഏതാ? 1 ആണല്ലേ. ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. f of x ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. എ ആണ് നമ്മുടെ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Probability generating functions are mainly used for continuous variables, discrete non-negative integer variables, normal distribution only, uniform distribution only. Probability generating functions are mainly used for. ഏതായിരിക്കും ആൻസർ പറഞ്ഞേ? Probability generating functions are mainly used for continuous variables, discrete non-negative integer variables, normal distribution only, uniform distribution only. ഏതാ? ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? ബി ആണ് നമ്മുടെ ആൻസർ. Convergence in probability implies convergence in distribution അല്ലെ? Convergence in distribution ആണ് convergence in probability ആയിട്ട് നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എ ആണ്. Convergence in distribution ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എ ആണ്. ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട്. ഏതായിരിക്കും നമ്മുടെ ആൻസർ? 1 and 2 ഓൺലി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എവറി പി ഡി എഫ് ഇസ് നോൺ നെഗറ്റീവ്, എവറി സി ഡി എഫ് ഇസ് നോൺ ഡിക്രീസിംഗ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ്. സി ഡി എഫ് ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ ആണോ? അല്ല, ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. എവറി സി ഡി എഫ് ഇസ് നോൺ ഡിക്രീസിംഗ്, എവറി പി ഡി എഫ് ഇസ് നോൺ നെഗറ്റീവ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 1 and 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question. Which statement is correct? Continuous random variable have PMF. Discrete random variables are PDF. Continuous variables have PDF. അപ്പൊ ഈ PMF എന്താണ്, PDF എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഹാവ് PMF. Discrete random variables are PDF. Continuous random variable have PDF. ഇങ്ങനെ നമ്മളോട് അബ്രീവേഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയൂ. അങ്ങനെ കുറച്ച് ട്രിക്കിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോ നിങ്ങൾ ഇപ്പോ ഈ UG എൻട്രൻസ് ഒക്കെ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ ഇങ്ങനെയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേ. സി ആണ് നമ്മുടെ ആൻസർ അല്ലെ? സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. Then next question. For mutually exclusive events A and B, അങ്ങനെയാണെങ്കിൽ P of intersection B is equal to 0, P of A intersection B is equal to 1, P of A is equal to P of B, A and B are independent. ഇപ്പൊ mutually exclusive events A and B ആണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ട്രൂ ആയിട്ടുള്ളത് പറഞ്ഞേ? ഏതാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? Then which theorem which theorem connects prior and posterior probabilities? ഏത് തിയറം ആണ് പ്രയർ ആൻഡ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ ലിമിറ്റ് തിയറം, ബയസ് തിയറം, ചെബൻഷേവ് തിയറം, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഏതായിരിക്കും? പ്രയർ ആൻഡ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന തിയറം ഏതാ ഇതില്? സെൻട്രൽ ലിമിറ്റ് തിയർ ആണോ, ബയസ് തിയർ ആണോ, ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ആണോ, ചെബൻഷേവ് തിയർ ആണോ?
ഏതാ? ബയോസ്ഫിയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ബയോസ്ഫിയർ എന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. Then next question. If P of A is equal to 0.6 and P of B is equal to 0.5 and P of A intersection B is equal to 0.3, then A and B are mutually exclusive, independent, complementary, impossible. അപ്പൊ ഇവിടെ വാല്യൂസ് തന്നിട്ടുണ്ട്. P of intersection B is equal to 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്താണെന്നാണ് ചോദിക്കുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, കോംപ്ലിമെന്ററി ആണോ, അതോ ഇമ്പോസിബിൾ ആണോ? ഏതായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അതിന് ശേഷം ആൻസർ ചെയ്യാം കേട്ടോ. പി ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, കോംപ്ലിമെന്ററി ആണോ, ഇമ്പോസിബിൾ ആണോ? ഏതാ? ബി ആണ് നമ്മുടെ ആൻസർ. ഇൻഡിപെൻഡന്റ് അല്ലെ? അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പി ഓഫ് എ into P of B is equal to 0.6 into 0.5 is equal to 0.3. Then P of A intersection B എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ ഇവിടെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്നുള്ള ഏരിയയിൽ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോ മോസ്റ്റ് പ്രോബബിളി ഈ ഒരു ഏരിയാസ് നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ സ്റ്റേറ്റ്മെന്റ് വൈസോ അല്ലെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം ആ ഒരു മൊഡ്യൂള് ഇത്ര വൈഡാണ്. അപ്പൊ അതിന് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ ഡീൽ ചെയ്യണം. പിന്നെ വേറെ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വർക്ക് ചെയ്തിട്ട് ഈ 4 ഓപ്ഷൻസും ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം പിന്നീട് നമുക്ക് ഇപ്പോ 3 ഓപ്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇനി അറിയാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസറിലോട്ട് കൃത്യമായിട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ ആ ഓപ്ഷൻസും കൂടെ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിന്റെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് എക്സാം എഴുതാം, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചതിന് ശേഷം വളരെ കെയർഫുൾ ആയി മാത്രം ആൻസർ ചെയ്യുക. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട് അല്ലെ? അപ്പൊ ഈ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കിട്ടിയ മാർക്കിൽ നിന്നാണ് നമ്മുടെ പിന്നെ മാർക്ക് പോകുക. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വായിച്ചതിന് ശേഷം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ബബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം അല്ല, ഓഫ്ലൈൻ ആണ്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ബബിൾ ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ നമ്മുടെ മാർക്കിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും നന്നായിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്.